എർത്ത് മാഗ്നറ്റിസം. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും. ഏകദേശം അതിൻ്റെ വാല്യൂ വരുന്നത് 10⁻⁻5 ടെസ്ല. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു ഡൈപോളിൻ്റെ എർത്തിൻ്റെ സെൻറ്ററിൽ വയ്ക്കുന്ന ഒരു മാഗ്നറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് സമാനമാണ്. എന്നാൽ ഇങ്ങനെ നമ്മൾ പരിഗണിക്കുന്ന ഒരു മാഗ്നറ്റ് എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നേരെയല്ല വരുന്നത്. പകരം മാഗ്നറ്റിൻ്റെ ആക്സിസ് എർത്തിൻ്റെ ആക്സിസുമായി ഒരു 11.3 ഡിഗ്രി വ്യത്യാസമുണ്ടായിരിക്കും. എർത്തിൻ്റെ നോർത്ത് പോളിലെ അടുത്ത് വരുന്ന മാഗ്നറ്റിൻ്റെ പോളിനെ നോർത്ത് മാഗ്നറ്റിക് പോളെന്നും എർത്തിൻ്റെ സൗത്ത് പോളിനടുത്ത് വരുന്ന മാഗ്നറ്റിൻ്റെ പോളിനെ സൗത്ത് മാഗ്നറ്റിക് പോളെന്നും പറയുന്നു. നോർത്ത് മാഗ്നറ്റിക് പോള് ഒരു ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളിനെ പോലെ പെരുമാറുകയും സൗത്ത് മാഗ്നറ്റിക് പോള് ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനെ പോലെ ബിഹേവ് ചെയ്യുകയും ചെയ്യുന്നു. മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നിർണ്ണയിക്കുന്ന കമ്പോണൻസ് ഘടകങ്ങളാണ് മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത്. 3 മാഗ്നറ്റിക് എലമെൻറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തേത് മാഗ്നറ്റിക് ഡെക്ലിനേഷൻ, രണ്ടാമത്തേത് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ, മൂന്നാമത്തേത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഒന്നാമത്തേത് മാഗ്നറ്റിക് ഡെക്ലിനേഷൻ. എർത്തിൻ്റെ നോർത്ത് പോളിനും നോർത്ത് മാഗ്നറ്റിക് പോളിനും ഇടയിലുള്ള ആംഗിളിനെയാണ് ഡെക്ലിനേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡെക്ലിനേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ക്യാപിറ്റൽ ഡി എന്ന സിമ്പൽ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം. രണ്ടാമത്തെ മാഗ്നറ്റിക് എലമെൻ്റ് ആണ് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ, ക്യാപിറ്റൽ ഐ. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും എർത്തിൻ്റെ ഹൊറിസോണ്ടലുമായി ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ ഐ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് HE. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഹൊറിസോണ്ടലായി വരുന്ന കമ്പോണൻ്റ് ആണ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ 3 കമ്പോണൻസും ഉപയോഗിച്ചുകൊണ്ടാണ് എർത്തിൻ്റെ സർഫസിലെ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുക. ഈ 3 കമ്പോണൻസിനെയാണ് മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. എർത്തിനെ എങ്ങനെ ഒരു മാഗ്നറ്റിക് ഡൈപോളായി പരിഗണിക്കാം എന്നുള്ളതാണ് ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. എർത്തിൻ്റെ നടുക്കൂടെ സൗത്ത് പോളിലും നോർത്ത് പോളിലും കടന്നു പോകുന്ന ആക്സിസ് ആണ് ജോഗ്രഫിക് ആക്സിസ്. അതിൽ നിന്നും 11.3 ഡിഗ്രി ചരിച്ചു വരച്ചിരിക്കുന്ന ആക്സിസ് ആണ് മാഗ്നറ്റിക് ആക്സിസ്. ഈ ആക്സിസിലാണ് ഒരു മാഗ്നറ്റ് ഉള്ളതായി നമ്മൾ സങ്കല്പിക്കേണ്ടത്. ഈ മാഗ്നറ്റിക് ആക്സിസ് എർത്തിൻ്റെ സർഫസിൽ 2 പോയിന്റിലൂടെ കടന്നു പോകുന്നു. ഒന്ന് നോർത്ത് മാഗ്നറ്റിക് പോളും ഒന്ന് സൗത്ത് മാഗ്നറ്റിക് പോളും. നോർത്ത് മാഗ്നറ്റിക് പോള് ഒരു ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളിനെ പോലെയും സൗത്ത് മാഗ്നറ്റിക് പോള് ഒരു ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനെ പോലെയും ബിഹേവ് ചെയ്യുന്നു. ഈ ആക്സിസിന് പെർപെൻഡിക്കുലറായി സെൻറ്ററിലൂടെ വരയ്ക്കുന്ന സർക്കിളാണ് ജോഗ്രഫിക് ഇക്വേറ്റർ. മാഗ്നറ്റിക് ആക്സിസിന് പെർപെൻഡിക്കുലറായി വരയ്ക്കുന്ന സർക്കിളിനെ മാഗ്നറ്റിക് ഇക്വേറ്റർ എന്നും പറയുന്നു. രണ്ടാമത്തെ ഫിഗറിൽ ഒരു പോയിന്റിലെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് BE. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ 2 കമ്പോണൻറ്റുകളായി മാറ്റിയിരിക്കുന്നു. ഒന്ന് തൊട്ടടുത്ത കമ്പോണൻറ്റ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് HE, ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പോണൻറ്റ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ZE. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ ക്യാപിറ്റൽ I. എർത്തിൻ്റെ നോർത്ത് പോളും മാഗ്നറ്റിൻ്റെ നോർത്ത് പോളുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് ഡെക്ലിനേഷൻ ക്യാപിറ്റൽ D.
എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് HE is equal to BE cos I എന്നും ഓപ്പോസിറ്റ് സൈഡിലുള്ള വെർട്ടിക്കൽ കമ്പോണൻറ്റ് ZE equal to BE sin I എന്നും എഴുതാം. ഈ രണ്ട് ഇക്വേഷനും കൂടെ ഡിവൈഡ് ചെയ്യാം. ZE by HE equal to BE sin I by BE cos I. BE ക്യാൻസൽ ചെയ്ത് പോകുന്നു. sin I by cos I equal to tan I. ഇപ്പോൾ ഫൈനൽ ഇക്വേഷൻ tan I equal to ZE divided by HE. I എന്നുള്ളത് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ. മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. ഒരു വസ്തുവിനെ നോർമൽ മെറ്റീരിയലിൽ നിന്നും മാഗ്നറ്റിക് മെറ്റീരിയലാക്കി മാറ്റുവാൻ സാധിക്കും. എല്ലാ വസ്തുക്കളെ അല്ല, ചില വസ്തുക്കളെ. ഈ പ്രോപ്പർട്ടിയാണ്, അതെങ്ങനെയാണ് നോർമലിൽ നിന്നും മാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് മാറിയത്, ഈ പ്രോപ്പർട്ടി പ്രത്യേകതയാണ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ മാഗ്നറ്റൈസ് ചെയ്യാൻ അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കും. ഈ കാരണത്തെ, അതായത് ഈ വസ്തു മാഗ്നറ്റിക് മെറ്റീരിയലായി മാറിയ പ്രോസസ്സിന് പുറകിലുള്ള കാരണത്തെയാണ് നമ്മൾ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. മാഗ്നറ്റൈസേഷൻ എന്നാൽ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ് M is equal to മാഗ്നറ്റിക് മൊമെൻറ്റ് സ്മോൾ m ഡിവൈഡഡ് ബൈ വോളിയം V. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി H is equal to മാഗ്നറ്റിക് ഫീൽഡ് B by പെർമിയബിലിറ്റി μ0 മൈനസ് ക്യാപിറ്റൽ M. മാഗ്നറ്റൈസേഷനെ മറ്റൊരു ഇക്വേഷൻ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം. M is equal to chi into H. chi എന്ന കോൺസ്റ്റൻറ്റിനെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നു. മാഗ്നറ്റിക് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി എന്നാൽ ഒരു വസ്തുവിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, പുറമേ ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ പുറമേയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രഭാവം കൊണ്ട് ആ വസ്തുവിന് ലഭിക്കുന്ന മാഗ്നറ്റൈസേഷനെയാണ് നമ്മൾ മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു വസ്തുവിനെ മാഗ്നറ്റൈസ് ചെയ്യാനുള്ള അതിൻ്റെ പ്രത്യേകതയായി ബന്ധപ്പെട്ട ടേം തന്നെയാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. വസ്തുവിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അനുസരിച്ച് അവയെ മൂന്നായി തരംതിരിക്കാം: ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക്. ഈ മൂന്ന് വസ്തുക്കളുടെയും മാഗ്നറ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ് ഇനിയുള്ള സ്ലൈഡുകളിൽ നമ്മൾ പഠിക്കുന്നത്. ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ സസെപ്റ്റിബിലിറ്റി, റിലേറ്റീവ് പെർമിയബിലിറ്റി, പെർമിയബിലിറ്റി, ഈ മൂന്നിൻ്റെ വാല്യൂ ആണ് ഇവിടെ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ കുറവും നെഗറ്റീവുമായിരിക്കും. പാരാമാഗ്നറ്റിക് ചെറിയ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഫെറോമാഗ്നറ്റിക്കിൽ ഹൈ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. റിലേറ്റീവ് പെർമിയബിലിറ്റി ഒന്നിനേക്കാൾ കുറവായിരിക്കും ഡയാമാഗ്നറ്റിക്കിൽ, ഒന്നിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും പാരാമാഗ്നറ്റിക്കിൽ, ഫെറോമാഗ്നറ്റിക്കിൽ ഒന്നിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി μ0 എന്ന ഫ്രീ സ്പേസിലെ പെർമിയബിലിറ്റിയേക്കാൾ കുറവായിരിക്കും. ഫ്രീ സ്പേസിലെ പെർമിയബിലിറ്റിയേക്കാൾ ഒരു വസ്തുവിൻ്റെ പെർമിയബിലിറ്റി കൂടുതലാണെങ്കിൽ അത്തരം വസ്തുക്കളെ പാരാമാഗ്നറ്റിക് എന്നും, ഫ്രീ സ്പേസിലെ പെർമിയബിലിറ്റിയേക്കാൾ ഒരു മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റി വളരെ കൂടുതലാണെങ്കിൽ അത്തരം വസ്തുക്കളെ ഫെറോമാഗ്നറ്റിക് എന്നും പറയുന്നു. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസാണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഒരു വസ്തുവിനെ പുറത്തൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കുമ്പോൾ ആ നോൺ യൂണിഫോം ഫീൽഡിൻ്റെ ശക്തി കൂടിയ ഭാഗത്തു നിന്നും ശക്തി കുറഞ്ഞ ഭാഗത്തേക്ക് വസ്തുക്കൾ ചലിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത്തരം വസ്തുക്കളെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നു. ഒരു ഡയാമാഗ്നറ്റിക് വസ്തുവിനെ ഒരു മാഗ്നറ്റിനടുത്ത് വച്ചാൽ അത് വികർഷിക്കപ്പെടുന്നു, റിപ്പൽ ചെയ്യുന്നു. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ഡയാമാഗ്നറ്റിക് പദാർത്ഥം വയ്ക്കുകയാണെങ്കിൽ ഫീൽഡ് ലൈൻസ് ആ വസ്തുവിന് പുറത്തൂടെ ആയിരിക്കും സഞ്ചരിക്കുക, അകത്തുള്ള ഫീൽഡ് കുറവായിരിക്കും. ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ
ശക്തി കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് ഇത്തരം വസ്തുക്കൾ സഞ്ചരിക്കുക. എക്സാമ്പിൾസ് ബിസ്മത്ത്, കോപ്പർ, ലെഡ്, സിലിക്കൺ, നൈട്രജൻ, വാട്ടർ, സോഡിയം ക്ലോറൈഡ്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് വളരെ ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ചില മെറ്റൽസ്, ലോഹങ്ങൾ വളരെ ചെറിയ ടെമ്പറേച്ചറിലേക്ക് തണുപ്പിക്കുമ്പോൾ അവ പെർഫെക്റ്റ് കണ്ടക്ടറായിട്ടും പെർഫെക്റ്റ് ഡയാമാഗ്നറ്റായിട്ടും പ്രവർത്തിക്കുന്നു. ഇത്തരം വസ്തുക്കളെ അല്ലെങ്കിൽ ഇത്തരം ലോഹങ്ങളെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സൂപ്പർ കണ്ടക്ടേഴ്സ് ഒരു ഡയാമാഗ്നറ്റായി പ്രവർത്തിക്കുന്ന ഈ പ്രതിഭാസത്തെ മീസ്നർ ഇഫക്റ്റ് എന്ന് പറയുന്നു. ഒരു ഡയാമാഗ്നറ്റിക് പദാർത്ഥവും പാരാമാഗ്നറ്റിക് പദാർത്ഥത്തെയും ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ഫീൽഡ് ലൈൻസ് എങ്ങനെ കടന്നു പോകുന്നു എന്ന് കാണിച്ചിരിക്കുന്ന ഫിഗറാണിത്. ആദ്യത്തേത് ഡയാമാഗ്നറ്റിക്, വസ്തുവിനകത്തൂടെ അല്ല പുറത്തൂടെയാണ് ഫീൽഡ് ലൈൻസ് കൂടുതലായും സഞ്ചരിക്കുക. അവ വികർഷിക്കപ്പെട്ട് പുറത്തൂടെ പോകുന്നു. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ കൂടുതൽ ഫീൽഡ് ലൈൻസ് ആ വസ്തുവിനകത്തൂടെ കടന്നു പോകാൻ ശ്രമിക്കും, അവ ഉള്ളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ എല്ലാ ഫീൽഡ് ലൈൻസും വസ്തുവിനകത്തൂടെയാണ് കടന്നു പോവുക. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടിയുടെ നേരെ വിപരീതമാണ് പാരാമാഗ്നറ്റിക് പദാർത്ഥങ്ങളുടെ പ്രോപ്പർട്ടീസ്. പാരാമാഗ്നറ്റിക്കും ഫെറോമാഗ്നറ്റിക്കും ഒരേ പ്രോപ്പർട്ടീസാണ്. മാഗ്നറ്റിക് ഇഫക്റ്റ് കുറഞ്ഞത് പാരാമാഗ്നറ്റിസവും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി കൂടിയത് ഫെറോമാഗ്നറ്റിസവും. പാരാമാഗ്നറ്റിക് പദാർത്ഥങ്ങൾ ഒരു പുറമേയുള്ള എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെച്ചാൽ അവ എപ്പോഴും ശക്തി കുറഞ്ഞ ഭാഗത്തു നിന്നും ശക്തി കൂടിയ ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു. ഒരു മാഗ്നറ്റിനടുത്ത് വയ്ക്കുകയാണെങ്കിൽ ആ മാഗ്നറ്റിലേക്ക് അവ ആകർഷിക്കപ്പെടും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ഫീൽഡ് ലൈൻസ് കൂടുതലായും അതിനകത്തൂടെ കടന്നു പോകുന്നു. എക്സാമ്പിൾ അലൂമിനിയം, സോഡിയം, കാൽഷ്യം, ഓക്സിജൻ, കോപ്പർ ക്ലോറൈഡ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റൈസേഷൻ എപ്പോഴും ടെമ്പറേച്ചറിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും ടെമ്പറേച്ചറിന് വിപരീത അനുപാതത്തിൽ. ഈ നിയമത്തെ ക്യൂറീസ് ലോ എന്ന് പറയുന്നു. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഒരു പുറമേയുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അവ വളരെ ശക്തമായി മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നു. ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ശക്തി കുറഞ്ഞ ഭാഗത്തു നിന്നും ശക്തി കൂടിയ ഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് അവ സഞ്ചരിക്കുന്നു. ഒരു മാഗ്നറ്റിനാൽ വളരെ ശക്തമായി ആകർഷിക്കപ്പെടുന്ന വസ്തുക്കളാണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ഫീൽഡ് ലൈൻസ് മുഴുവനായിട്ടും ആ മെറ്റീരിയലിനകത്തേക്ക് കടന്നു പോകുന്നു. ചില ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ പുറമേ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിക്കഴിഞ്ഞാലും അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നിലനിൽക്കുന്നു. അത്തരം വസ്തുക്കളെ ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നോ ഹാർഡ് ഫെറോമാഗ്നറ്റ്സ് എന്നോ പറയാം. എക്സാമ്പിൾ അൽനിക്കോ. അയണിൻ്റെ ഒരു അലോയാണ് അൽനിക്കോ എന്ന് പറയുന്നത്. എന്നാൽ മറ്റ് ചില ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ പുറമേയുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിക്കഴിയുമ്പോൾ അവയ്ക്ക് ലഭിച്ച മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു. ഇവയെ സോഫ്റ്റ് ഫെറോമാഗ്നറ്റ്സ് എന്ന് പറയുന്നു. എക്സാമ്പിൾ അയൺ, നിക്കൽ, കൊബാൾട്ട്, ഗാഡോലീനിയം. ഒരു വസ്തുവിൻ്റെ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി എപ്പോഴും ടെമ്പറേച്ചറിനെ ആശ്രയിക്കുന്നു. വളരെ കൂടിയ ടെമ്പറേച്ചറിൽ ഫെറോമാഗ്നറ്റ് പാരാമാഗ്നറ്റായി മാറുന്നു. ഈ ടെമ്പറേച്ചറിനെ ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറയുന്നു. ഹിസ്റ്റെറിസിസ്. ഹിസ്റ്റെറിസിസ് എന്നാൽ പുറകിൽ വരുന്നതാണ് ഹിസ്റ്റെറിസിസ്, അതായത് ലാഗ് ചെയ്യുന്നു. ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യുന്ന ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ അൺമാഗ്നറ്റൈസ് ചെയ്യുന്നു, അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാതെ ഇരിക്കുന്നു. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി 0, വസ്തുവിന് ലഭിച്ച മാഗ്നറ്റിക് ഫീൽഡ് 0. O എന്ന പോയിന്റാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവിടെ നിന്നും
ഇതിനെ ഒരു സോളിനോയിഡിനകത്തേക്ക് വെച്ച ശേഷം അതിൻ്റെ പുറത്തുള്ള വയറിലൂടെ കറണ്ട് കടത്തിവിടാൻ തുടങ്ങുന്നു. ആ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലഭിക്കുകയും പുറമെ വച്ചിരിക്കുന്ന അല്ലെങ്കിൽ കറണ്ട് കൂടുന്നതനുസരിച്ച് വസ്തുവിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയും ചെയ്യുന്നു. എ എന്ന പോയിന്റാണ് അതിന് കിട്ടുന്ന മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ്. എ എന്ന പോയിന്റിൽ അവ സാച്ചുറേഷനിലെത്തുകയും അതിനുശേഷം മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി റിവേഴ്സ് ചെയ്യുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സോളിനോയിഡിലൂടെ കടത്തിവിടുന്ന കറണ്ട് റിവേഴ്സ് ചെയ്യുന്നു. അതനുസരിച്ച് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നു. ബി എന്ന പോയിന്റ് എത്തുമ്പോൾ പുറത്തെ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി 0 ആവുകയും എന്നാൽ വസ്തുവിനുള്ളിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് നിലനിൽക്കുകയും ചെയ്യുന്നു. ഒ ബി ആണ് ആ വസ്തുവിൽ നിലനിൽക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഇതിനെ റീറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നു. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയെ വീണ്ടും റിവേഴ്സ് ചെയ്തുകൊണ്ട് കൂട്ടുന്നതനുസരിച്ച് അതിലെ മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു വരുന്നു. സി എന്ന പോയിന്റ് എത്തുമ്പോൾ ആ വസ്തുവിലുണ്ടായിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് 0 ആകുന്നു. ഒ സി എന്നതിനെ കൊയേഴ്സിവിറ്റി എന്ന് പറയുന്നു. എച്ച് എന്ന മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയെ നെഗറ്റീവ് സൈഡിലേക്ക് കൂട്ടുകയും വസ്തുവിന് വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ലഭിക്കുകയും ചെയ്യുന്നു. ഡി എന്ന പോയിന്റ് വരെ ഇത് തുടരുന്നു. ഇങ്ങനെ ഈ മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് വസ്തുവിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ വേരിയേഷൻ വരുന്നു. ആ വേരിയേഷൻ കാണിച്ചിരിക്കുന്ന ഗ്രാഫിനെയാണ് ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എച്ച് എന്ന മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിക്ക് പുറകിലായി മാഗ്നറ്റിക് ഫീൽഡ് സഞ്ചരിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് അതിനെ ഹിസ്റ്റെറിസിസ് അല്ലെങ്കിൽ ലാഗിങ് ബിഹൈൻഡ് എന്ന് പറയുന്നത്. ഫെറോമാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ട് പെർമനന്റ് മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റ്സും നമുക്കുണ്ടാക്കാം. ഇലക്ട്രോ മാഗ്നറ്റുകൾ എന്നാൽ ടെമ്പററി മാഗ്നറ്റ്സ് എന്നാണ് അർത്ഥം. നേരത്തെ പറഞ്ഞതാണ്, ചില വസ്തുക്കളെ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി നിലനിർത്താൻ സാധിക്കുന്നു. അത്തരം വസ്തുക്കൾ അതിൻ്റെ പുറത്തെ മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിക്കഴിഞ്ഞാലും അതിലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വളരെ കൂടുതൽ സമയത്തേക്ക് നിലനിർത്തുന്നു. അത്തരം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ സ്റ്റീൽ. മറ്റ് ചില വസ്തുക്കൾക്ക് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അധിക നേരം നിലനിർത്താൻ സാധിക്കുകയില്ല. അത്തരം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ടെമ്പററി മാഗ്നറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റുകൾ നിർമ്മിക്കാം. പെർമനന്റ് മാഗ്നറ്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് റീറ്റൻറ്റിവിറ്റി കൂടുതലായിരിക്കണം, കൊയേഴ്സിവിറ്റി കൂടുതലായിരിക്കണം, പെർമിയബിലിറ്റിയും കൂടുതലായിരിക്കണം. സ്റ്റീല്, അൽനിക്കോ, കൊബാൾട്ട് സ്റ്റീൽ, ടിക്കോനാൽ. ഈ അൽനിക്കോ, ടിക്കോനാൽ ഇതെല്ലാം അയണിൻ്റെ അലോയ്സ് ആണ്. ഇത്തരം വസ്തുക്കളാണ് പെർമനന്റ് മാഗ്നറ്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റുകൾ എന്നാൽ അതിന് പുറത്ത് വൈൻഡ് ചെയ്തിരിക്കുന്ന വയറിലൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ മാത്രം മാഗ്നറ്റായി പ്രവർത്തിക്കുകയും കറണ്ട് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇവയെ ടെമ്പററി മാഗ്നറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റുകൾ എന്ന് പറയുന്നു. ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് റീറ്റൻറ്റിവിറ്റി കുറവായിരിക്കണം, പെർമിയബിലിറ്റി കൂടുതലായിരിക്കണം. സോഫ്റ്റ് അയൺ ആണ് ബെസ്റ്റ് എക്സാമ്പിൾ.